ഗോപാലൻ തൻ്റെ തൊട്ടുമുകളിലുള്ള ബോധതലത്തിലേക്ക് ഉണരുമ്പോൾ അദ്ദേഹം അവിടെ ഒന്നു മാത്രമേ കാണുന്നുള്ളൂ. അതായത് ബുദ്ധൻ എന്ന് പറയുന്ന ഒരേ ഒരു നിരീക്ഷകൻ. വ്യക്തിത്വമില്ലാത്ത, ഗണ്ണിക്കപ്പെടാത്ത, നിശ്ചലനായ, നിസ്സംഗനായ, പരമാനന്ദ സ്വരൂപമായ ഒരു ബുദ്ധനെ മാത്രം ഗോപാലൻ തൻ്റെ ഉയർന്ന ബോധതലത്തിൽ കാണുന്നു. അതോടുകൂടി ഗോപാലന്റെ സംശയമെല്ലാം തീരുന്നു. കാരണം അവിടെ പ്രപഞ്ചമില്ല, സൃഷ്ടിയില്ല, ജീവജാലങ്ങളില്ല, സസ്യങ്ങളില്ല, ഒന്നും ബാക്കിയില്ല. ശൂന്യതയ്ക്കും അപ്പുറമുള്ള ശൂന്യത, വെളിച്ചത്തിനും ഇരുട്ടിനും അതീതമായ ഒരവസ്ഥ, ഗാഠനിദ്രയുടെ പരമാനന്ദ സുഖമായ അവസ്ഥ. ബോധശാസ്ത്രത്തിന്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നു, പ്രപഞ്ച സൃഷ്ടി ദൈവമെന്ന അതിഭൗതിക ശക്തിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പരബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം അവതാരമായി താഴേക്കിറങ്ങി സൃഷ്ടികർമ്മം നടത്തി എന്നാണ് വേദാന്തം പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ കാണുന്ന പ്രപഞ്ച സൃഷ്ടിയും അതിലെ ജീവജാലങ്ങളും മനുഷ്യരുമെല്ലാം ഒരു അതിഭൗതിക ശക്തിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവയാണോ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവയാണോ? സൃഷ്ടി ദൈവത്തിന്റെ ദാനമാണെന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുകമ്പയാണെന്നും അതുകൊണ്ട് നാം ദൈവത്തെ പുകഴ്ത്തണമെന്നും അനുസരിക്കണമെന്നും ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നുമാണ് ഈ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം എല്ലാം ആരാധനകളും സാധനകളും പ്രാർത്ഥനകളും ഒക്കെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നത്. ദൈവമാണോ ഈ സൃഷ്ടി നടത്തിയത് എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് നമുക്കാദ്യം സൃഷ്ടിയെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കാം. എന്താണ് സൃഷ്ടി? എല്ലാം തനിയെ ഉണ്ടായി നിലനിന്നു മറയുന്നു. അതാണ് സൃഷ്ടിയുടെ ഒന്നാമത്തെ പ്രത്യേകത. അതായത് പ്രപഞ്ചം ഉണ്ടായി നിലനിന്നു മറയുന്നു. ഒരു വസ്തു ഉണ്ടായി നിലനിന്നു മറഞ്ഞാൽ അതിനൊരു സൃഷ്ടികർത്താവിനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അതിന് സ്വയം ഉണ്ടാകുവാനും നിലനിൽക്കാനും ഇല്ലാതാകാനും കഴിയുമെന്നാണ് ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് പരിണാമത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തം. ഈ പരിണാമത്തിന്റെ തോത് ഓരോ പദാർത്ഥത്തിലും ഓരോ ജീവനിലും വ്യത്യസ്തങ്ങളാണെന്ന് കാണാം. സൂര്യന് ഉണ്ടായി നിലനിന്നു മറയാൻ 1500 കോടി വർഷങ്ങൾ വേണ്ടി വരുമ്പോൾ ഒരു തുമ്പിക്ക് ഉണ്ടായി നിലനിന്നു മറയാൻ വെറും 24 മണിക്കൂർ മതി. ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടം ഏകദേശം 60-70 വർഷമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായി നിലനിന്ന് മറയുന്നത് വ്യത്യസ്ത നിരക്കിലാണ്, വ്യത്യസ്ത വേഗതയിലാണ്. അപ്പോൾ ഇവിടെ സമയത്തിന്റെ മാത്രമേ പ്രശ്നമുള്ളൂ. സമയത്തെ നാം അവഗണിച്ചാൽ എല്ലാം ഉണ്ടായി നിലനിന്നു മറയുന്നു. ഇനി നാം പ്രപഞ്ച വസ്തുക്കളിലേക്ക് നോക്കുക. എന്താണ് ആ വസ്തുക്കളുടെ പ്രത്യേകത? എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും സ്പന്ദിക്കുന്ന സ്വഭാവമുള്ളവയാണ്. കല്ലിലും മണ്ണിലും ഉള്ള ആറ്റങ്ങൾ എല്ലാം തന്നെ സ്വയം സ്പന്ദിക്കുന്നു. അങ്ങനെ സ്പന്ദന സ്വഭാവമുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ശാസ്ത്രം വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. ജീവന്റെ മറ്റൊരു പേരാണ് സ്പന്ദന സ്വഭാവം. നാം സാധാരണയായി പദാർത്ഥങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറയാറില്ല. എന്നാൽ സ്പന്ദന സ്വഭാവമാണ് ജീവന്റെ ലക്ഷണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പദാർത്ഥങ്ങൾക്കും വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കും ഒക്കെ ജീവനുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ നാം അതിനെ ജീവനെന്ന് വിളിക്കാറില്ല. കാരണം ഈ സ്പന്ദനം ആന്തരികമാണ്. ഈ ആന്തരികമായ സ്പന്ദന സ്വഭാവമുള്ള ഈ വസ്തുക്കൾ എല്ലാം പ്രത്യേക പ്രൊപ്പോർഷനിൽ, പ്രത്യേക അനുപാതത്തിൽ കൂടിച്ചേർന്ന് ജീവനായി മാറുമ്പോൾ സ്പന്ദനം ബാഹ്യസ്പന്ദനമായി മാറുന്നു. ഒരു ജീവിയുടെ ഹാർട്ട് സ്പന്ദിക്കുന്നതായി നാം കാണുന്നു, അതിൻ്റെ ലങ്സ് സ്പന്ദിക്കുന്നതായി നാം കാണുന്നു. ഈ സ്പന്ദനത്തെ നമുക്ക് വ്യക്തമായി കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ബാഹ്യസ്പന്ദനം എന്ന് വിളിച്ചത്. ബാഹ്യസ്പന്ദനമുള്ള പദാർത്ഥങ്ങളെയാണ് നാം ജീവവസ്തു അല്ലെങ്കിൽ ജീവൻ എന്ന് വിളിക്കുന്നത്. പ്രത്യുൽപാദനത്തിലൂടെ സമാന സൃഷ്ടികളെ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഈ ജീവപദാർത്ഥങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കാണാം ഈ പ്രപഞ്ചം മുഴുവനും ജീവൻ തുടിക്കുന്നു എന്ന്. അപ്പൊ ജീവന്റെ തുടിപ്പുള്ള ഒന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടി. ഒരു ഹൈഡ്രജൻ ആറ്റം കത്തുന്ന വാതകമായി നിലനിൽക്കാൻ ആവശ്യമായ ബുദ്ധി അതിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ആ ആറ്റം ഇവിടെ ഉണ്ടായി നിലനിന്നു മറയുന്നു.
ഉണ്ടായി നിലനിന്ന് മറയുന്ന സ്വഭാവമുള്ള ഈ പ്രപഞ്ചം നശ്വരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ നശ്വരതയുടെ തോത് നമുക്കൊരിക്കലും 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതല്ല. ഒരു വസ്തു നശിച്ചു പോകുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് പ്രപഞ്ചവും ജീവനും ഒക്കെ നശിച്ചു പോകുന്നതായിരുന്നിട്ട് പോലും നാം അതിനെ വാസ്തവമെന്ന് കരുതി അതിനെ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സൃഷ്ടി ഉണ്ടായി നിലനിന്ന് മറയുന്ന വസ്തുക്കൾ കൊണ്ടും ജീവനെ കൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് ഇതിൽ നിന്നും തെളിയിക്കാം. എന്താണ് ഉണ്ടായി നിലനിന്നു മറയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഉണ്ടായി നിലനിന്ന് മറയുന്നതിനെയാണ് നാം പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം എന്ന് വിളിക്കുന്നത്. ഉണ്ടായി നിലനിന്ന് മറയുന്നതൊന്നും സൃഷ്ടിയല്ല, അത് വെറും പ്രക്ഷേപണം മാത്രമാണ്. ഒരു സിനിമ നാം സങ്കല്പിച്ച് സൃഷ്ടിച്ചു അനുഭവിക്കുന്നു. അതായത് സംവിധായകനും എഴുത്തുകാരനും ക്യാമറമാനും എല്ലാവരും ചേർന്ന് ഒരു സിനിമയുണ്ടാക്കുകയും ആ സിനിമ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം. അതായത് ഒരു സിനിമ സങ്കല്പിച്ച് ഉണ്ടാക്കി അനുഭവിച്ചത് നിരീക്ഷകനാണ്. അതായത് ഒരു നിരീക്ഷകൻ സിനിമയ്ക്ക് വേണ്ട കഥ എഴുതുന്നു, മറ്റൊരു നിരീക്ഷകൻ അത് സംവിധാനം ചെയ്യുന്നു, മറ്റൊരു നിരീക്ഷകൻ അത് ക്യാമറയിൽ പകർത്തുന്നു, നാലാമതൊരു നിരീക്ഷകൻ അത് കാണുന്നു, കണ്ട് ആസ്വദിക്കുന്നു. അപ്പോൾ നമുക്ക് പൊതുവെ പറയാം, ബോധം എന്ന നിരീക്ഷകൻ സങ്കല്പിച്ച് സൃഷ്ടിച്ച് അനുഭവിക്കുന്നു. അതാണ് നാം കാണുന്ന സിനിമ. ഈ സിനിമയുടെ പ്രത്യേകത ഒന്ന് നോക്കുക. ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തെ നമുക്കെടുക്കാം. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ വേലായുധൻ എന്നൊരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു. ആ കഥാപാത്രത്തിൻ്റെ രൂപം കണ്ടിട്ടാണ് നാം അത് വേലായുധനാണെന്ന് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഈ വേലായുധൻ എന്ന് പറയുന്ന രൂപം ഒരു 2 ഡൈമെൻഷണൽ പിക്ചറാണ്, ഒരു പടമാണ്. എന്ന് പറഞ്ഞാൽ 2 അളവുകളെ അതിനുള്ളൂ, നീളവും വീതിയും. ഈ 2 ഡൈമെൻഷണലായ ഈ രൂപത്തെ നാം വേലായുധൻ എന്ന് വിളിക്കുന്നു. കാരണം ആ കഥാപാത്രത്തിന്റെ പേര് വേലായുധൻ എന്നാണ്. ഈ വേലായുധൻ ഒരു നാമരൂപമാണ്. അയാൾക്കൊരു നാമമുണ്ട്, രൂപമുണ്ട്. പക്ഷേ അയാളുടെ രൂപം 2 ഡൈമെൻഷൻ ഉള്ളതായതുകൊണ്ടാണ് നാം അതിനെ സിനിമ എന്ന് വിളിക്കുന്നത്. ഈ വേലായുധൻ യഥാർത്ഥത്തിൽ പ്രേമനസീർ എന്ന് പറയുന്ന ഒരു 3 ഡൈമെൻഷനുള്ള ഒരു ജീവനാണ്. പ്രേമനസീറിനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം വേലായുധനല്ല. വേലായുധൻ എന്ന സിനിമയിൽ കണ്ട രൂപമല്ലത്. ഇത് 3 ഡൈമെൻഷൻ ഉള്ള ഒരു, അതായത് നീളവും വീതിയും വണ്ണവുമുള്ള ഒരു രൂപമായി മാറുന്നു. അപ്പോൾ നാം അതിനെ പ്രേമനസീർ എന്ന് വിളിക്കുന്നു. അതായത് സിനിമയിലെ നിരീക്ഷകനായ വേലായുധൻ ഇപ്പോൾ പ്രേമനസീർ എന്ന് പറയുന്ന മറ്റൊരു ബോധതലത്തിലെ നിരീക്ഷകനായി വന്നിരിക്കുന്നു. ഇവിടെ വേലായുധനും പ്രേമനസീറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിനിമയിലെ വേലായുധൻ സിനിമ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. എന്നാൽ ജാഗ്രത്തിലെ പ്രേമനസീർ 70-60 കൊല്ലം ജീവിച്ച് മരിക്കുന്നു. ഇവിടെയും നാം കാണുന്നത് സമയത്തിൻ്റെ പ്രത്യേകത മാത്രമാണ്. രണ്ടും പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം തന്നെയാണ്. അതായത് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്നു, ഒന്ന് കൂടുതൽ സമയം നിലനിന്ന് മറയുന്നു. അപ്പോൾ രണ്ടിൻ്റെയും സ്വഭാവം ഒന്ന് തന്നെയാണ്. സിനിമയിലെ വേലായുധനും യഥാർത്ഥത്തിലുള്ള പ്രേമനസീറിൻ്റെയും രണ്ടുപേരുടെയും സ്വഭാവം അല്ലെങ്കിൽ രണ്ടുപേരുടെയും പ്രത്യേകത ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ഉണ്ടായി നിലനിന്നു മറയുന്നു. അതായത് സിനിമയിലെ വേലായുധനും ജാഗ്രത്തിലെ പ്രേമനസീറും രണ്ടുപേരും ഉണ്ടായി നിലനിന്നു മറയുന്നത് കൊണ്ട് നമുക്ക് പറയാം ജാഗ്രത്തും ഈ സിനിമയും രണ്ടും പ്രൊജക്ഷൻ മാത്രമാണ്. എന്താണ് ഈ പ്രൊജക്ഷന്റെ പ്രത്യേകത? പ്രൊജക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സിനിമ സങ്കല്പിച്ച് ഉണ്ടാക്കി അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് ജാഗ്രത്തിലെ ഓരോ നിരീക്ഷകനും ഈ പ്രപഞ്ചത്തെ സങ്കല്പിച്ച് സൃഷ്ടിച്ച് അനുഭവിക്കുന്നത്. ഇവിടെ നിങ്ങളെല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കും. കാരണം ഇതെന്തൊരു വൈചിത്ര്യമാണ് ഈ പറയുന്നത്. നാം ഓരോരുത്തരും, ജാഗ്രത്തിലെ ഓരോ നിരീക്ഷകനും ഈ പ്രപഞ്ചത്തെ സങ്കല്പിച്ച് സൃഷ്ടിച്ച് അനുഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനോളം അസംബന്ധം മറ്റെന്താണുള്ളത്? പക്ഷേ വളരെ ലളിതമായി നമുക്ക് തെളിയിക്കാം. ഗോപാലൻ എന്ന് പറയുന്ന ജാഗ്രത്തിലെ ഒരു നിരീക്ഷകൻ, അയാൾ ഒരു മ്യൂസിയത്തിൽ പോകുന്നു. അവിടെ ഒരു രാജാവിൻ്റെ ചിത്രം അയാൾ കാണുന്നു. ഈ ചിത്രം അയാളിൽ ഒരു സങ്കല്പമായി നിലനിൽക്കുന്നു.
അയാൾ ആ മ്യൂസിയത്തിൽ നിന്നും പോന്നാലും ആ സങ്കല്പം അയാളുടെ ഉള്ളിലുണ്ടായിരിക്കും. അയാൾ പിന്നീട് ഒരു ആനയെ കാണുന്നു. അപ്പോൾ ആന എന്ന സങ്കല്പവും അയാളുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. പിന്നീട് ഒരു ദിവസം അയാൾ ആന ഒരു വ്യക്തിയെ ചവിട്ടിക്കൊല്ലുന്നു, ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന ഒരു ചിത്രം പത്രത്തിൽ കാണുന്നു. അതും അയാളുടെ സങ്കല്പമായി ഓർമ്മയിൽ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഗോപാലൻ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ താൻ ഒരു രാജാവാണെന്നും ആ രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നുവെന്നും അങ്ങനെ വേട്ടയ്ക്ക് പോകുന്ന രാജാവിനെ ഒരു ആന ഓടിച്ചിടുന്നുവെന്നും അങ്ങനെ ഭയപ്പെട്ട് ഓടുന്ന രാജാവ് അവസാനം ആനയുടെ ചവിട്ടുകൊണ്ട് വാവിട്ട് നിലവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗോപാലൻ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് താൻ രാജാവല്ല. തൻ്റെ ബെഡ്റൂമിൽ കാടുണ്ടായിട്ടില്ല, തൻ്റെ ബെഡ്റൂമിൽ ആന വന്നിട്ടില്ല. താൻ ഒരു സ്വപ്നം കണ്ടതാണ്. അതായത് ജാഗ്രത്തിനേക്കാൾ താഴെയുള്ള ഒരു ബോധതലത്തിൽ താൻ ഒരു സ്വപ്നം കണ്ടതാണ് എന്ന് ഗോപാലൻ തിരിച്ചറിയുന്നു. ഇവിടെ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും? ജാഗ്രത്തിലെ ഗോപാലന്റെ ഭാവനയിൽ 3 ഘടകങ്ങളുണ്ടായിരുന്നു. രാജാവിൻ്റെ ചിത്രം, ആനയുടെ ചിത്രം, ആന ചവിട്ടിക്കൊല്ലുന്ന ചിത്രം. ഇത് 3ഉം ഗോപാലന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്ന ഗോപാലൻ സ്വപ്നം കാണുമ്പോൾ ഈ 3 ചിത്രങ്ങളും ഒരു സംഭവമായി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സങ്കല്പങ്ങൾ, ജാഗ്രത്തിലെ സങ്കല്പങ്ങൾ അതിനേക്കാൾ താഴ്ന്ന ബോധതലത്തിൽ സംഭവങ്ങളായി നമുക്ക് അനുഭവങ്ങളായി മാറുമെന്ന്. ഇവിടെ രാജാവിൻ്റെ അനുഭവം ഭീകരമാണ്. തന്നെ ആന ചവിട്ടിക്കൊല്ലുന്നു. അതുകൊണ്ടാണ് രാജാവ് വാവിട്ട് കരഞ്ഞത്. സത്യത്തിൽ രാജാവാണോ കരഞ്ഞത് അതോ ഗോപാലനാണോ കരയുന്നത്? ആരാണ് കരയുന്നത്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപാലൻ താൻ രാജാവാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കരയുന്നത്. അപ്പോൾ ആ കരച്ചിൽ യാഥാർത്ഥ്യമാണ്, അതൊരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഭയം ഉള്ളതാണ്, ഇല്ലാത്തതല്ല. അതില്ലാത്തതാണെന്ന് മനസ്സിലാക്കുന്നത് ഈ രാജാവ് കരച്ചിൽ കൊണ്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ താൻ ഗോപാലനാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. ഗോപാലന് താൻ രാജാവല്ല, തന്നെ ആന ചവിട്ടിയിട്ടില്ല, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അനുഭവം യാഥാർത്ഥ്യത്തിൻ്റെ മാനദണ്ഡമാണെങ്കിൽ ഗോപാലൻ്റെ സ്വപ്നാനുഭവം അദ്ദേഹത്തിന് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാധ്യമല്ല. എന്നാൽ ആ സ്വപ്നത്തിന് സഹായകമായ ചിത്രങ്ങൾ, ആന, രാജാവ്, കാട്, ഈ ചിത്രങ്ങളെല്ലാം തൻ്റെ സ്വപ്നത്തിന് കാരണമായ എല്ലാ ഇമേജുകളും തൻ്റെ ഭാവനയിൽ നിന്ന് വന്നതാണെന്ന് ഗോപാലന് ഉണരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവം യഥാർത്ഥമാണ്. അപ്പോൾ ഉയർന്ന ബോധത്തിലെ ചില ഭാവനകൾ താഴ്ന്ന ബോധത്തിൽ അനുഭവങ്ങളായും റിയാലിറ്റിയായും പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്കിത് തെളിയിക്കാം. ഈ ഉദാഹരണം അല്പം ബുദ്ധിയോടെ നാം പ്രയോഗിച്ചാൽ നമുക്ക് സൃഷ്ടിയുടെ രഹസ്യം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. നിരീക്ഷകനായ ഗോപാലൻ സ്വപ്നത്തിൽ രാജാവെന്ന മറ്റൊരു നിരീക്ഷകനായി മാറി. സ്വപ്നം കഴിഞ്ഞപ്പോൾ വീണ്ടും രാജാവ് ഗോപാലൻ എന്ന നിരീക്ഷകനായി മാറി. അതുപോലെ തന്നെ ജാഗ്രത എന്ന് പറയുന്ന ബോധതലത്തിൻ്റെ മുകളിൽ മറ്റൊരു ബോധതലമുണ്ടെങ്കിൽ തീർച്ചയായും ആ ബോധതലത്തിൽ ആരോ ഉറങ്ങുന്നുണ്ട്. അവിടെ ആരോ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭാവനയിൽ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെയായിരിക്കണമെന്നും എന്തുകൊണ്ടുണ്ടാക്കപ്പെടണമെന്നും ഇതിൽ സസ്യങ്ങളും ജീവജാലങ്ങളും എങ്ങനെ വരണമെന്നും അവരിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാകണമെന്നും ഒക്കെയുള്ള ഭാവന ആ ഉറങ്ങുന്ന ഉയർന്ന ബോധത്തിലുള്ള ഒരു നിരീക്ഷകനിൽ ഉണ്ടായിട്ടുണ്ടാകണം. ആ നിരീക്ഷകൻ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ജാഗ്രത് എന്ന് പറയുന്ന ഗോപാലന്റെ അവസ്ഥ. അപ്പോൾ ജാഗ്രത് മറ്റാരുടെയോ സ്വപ്നമാണ്. അതിലെ ഒരു കഥാപാത്രം മാത്രമാണ് ഗോപാലൻ. അതായത് ഗോപാലന്റെ സ്വപ്നത്തിലെ ഒരു കഥാപാത്രമാണ് രാജാവെന്ന് പറയുന്നത് പോലെ ഉയർന്ന ബോധത്തിൽ ആരോ കാണുന്ന ഒരു സ്വപ്നത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് ഗോപാലൻ. അപ്പോൾ ഈ യുക്തി നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു ചോദ്യം വരും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം വരും. ഇത് ഒരു പ്രസ്താവന മാത്രമല്ലേ, ഇതെങ്ങനെ തെളിയിക്കാൻ കഴിയും? ഗോപാലൻ ഒരു ജാഗ്രത എന്ന സ്വപ്നത്തിലെ കഥാപാത്രം മാത്രമാണെന്ന് ഗോപാലന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? തീർച്ചയായും ഗോപാലന് കണ്ടുപിടിക്കാൻ കഴിയും. രാജാവിന് താൻ ഗോപാലനായിരുന്നുവെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ ഗോപാലന് താൻ മറ്റൊന്നാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ഗോപാലൻ തൻ്റെ ബോധതലത്തിൽ നിന്നും അതിനേക്കാൾ ഉയർന്ന ഒരു ബോധതലത്തിലേക്ക് ഉണരണം. ഇങ്ങനെ ഒരു ബോധതലത്തിൽ നിന്നും മറ്റൊരു ബോധതലത്തിലേക്ക് ഉണരാനുള്ള ശാസ്ത്രമാണ് ബോധശാസ്ത്രം. അതിനാണ് ബോധശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടത്.
അപ്പോൾ ഇത് യുക്തി കൊണ്ട് തെളിയിക്കാമെങ്കിലും അനുഭവം കൊണ്ട് തെളിയിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ബോധശാസ്ത്രം ഒരു ശാസ്ത്രീയ രീതി വികസിപ്പിച്ചെടുത്തത്. താഴ്ന്ന ബോധതലത്തിൽ നിന്ന് ഉയർന്ന ബോധതലത്തിലേക്ക് നമുക്ക് എങ്ങനെ ഉണരാം, അതിൻ്റെ ടെക്നിക്ക് എന്താണ്, അതിൻ്റെ മാർഗം എന്താണ്, അതെല്ലാം ബോധശാസ്ത്രം വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ആർക്കും ഇത് പരീക്ഷിച്ചു നോക്കാം, ആർക്കും ഇത് അനുഭവിച്ചു നോക്കാം. അങ്ങനെ ഗോപാലൻ തൻ്റെ തൊട്ടടുത്ത തൻ്റെ തൊട്ടുമുകളിലുള്ള ബോധതലത്തിലേക്ക് ഉണരുമ്പോൾ അദ്ദേഹം അവിടെ ഒന്നു മാത്രമേ കാണുന്നുള്ളൂ. അതായത് ബുദ്ധൻ എന്ന് പറയുന്ന ഒരേ ഒരു നിരീക്ഷകൻ. വ്യക്തിത്വമില്ലാത്ത, ഗണ്ണിക്കപ്പെടാത്ത, നിശ്ചലനായ, നിസ്സംഗനായ, പരമാനന്ദ സ്വരൂപമായ ഒരു ബുദ്ധനെ മാത്രം ഗോപാലൻ തൻ്റെ ഉയർന്ന ബോധതലത്തിൽ കാണുന്നു. അതോടുകൂടി ഗോപാലന്റെ സംശയമെല്ലാം തീരുന്നു. കാരണം അവിടെ പ്രപഞ്ചമില്ല, സൃഷ്ടിയില്ല, ജീവജാലങ്ങളില്ല, സസ്യങ്ങളില്ല, ഒന്നും ബാക്കിയില്ല. ശൂന്യതയ്ക്കും അപ്പുറമുള്ള ശൂന്യത, വെളിച്ചത്തിനും ഇരുട്ടിനും അതീതമായ ഒരവസ്ഥ, ഗാഠനിദ്രയുടെ പരമാനന്ദ സുഖമായ അവസ്ഥ. ഇവിടെ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം വരും. എന്തിനാണ് ദൈവത്തിന് സമാനനായ ബുദ്ധൻ, അതായത് അഖണ്ഡ നിശ്ചല നിസ്സംഗ പരമാനന്ദ സ്വരൂപമായ ബുദ്ധൻ, എന്തിനാണ് ഗോപാലൻ എന്ന നിരീക്ഷകനായി ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് താഴേക്കിറങ്ങി ഇവിടെ വേദനയും ദുഃഖവും അനുഭവിക്കുന്നത്? അത് യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം പരമാനന്ദ സ്വരൂപമായ ഒന്നിന് താഴേക്കിറങ്ങി ദുഃഖവും വേദനയും അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത് യുക്തിക്ക് നിരക്കുന്നതുമല്ല. ഇതിൻ്റെ ഉത്തരവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.